നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗത്തിൽ സമസ്ത മേഖലയിലുള്ള ജനവിഭാഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. കലാരംഗത്തുള്ളവർ, കായിക രംഗത്തുള്ളവർ, വ്യവസായ രംഗത്തുള്ള പ്രമുഖർ, കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നത്, അത്തരമൊരു വേദിയാണ് പ്രഭാത യോഗം കൊണ്ട് നവകേരള സദസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മിമിക്രി കലാകാരനും, ഇപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ മാത്രം പറയാൻ കഴിയില്ല, പ്രശസ്തനായിട്ടുള്ള നടനാണ് അസീസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവകേരള സദസ്സിൽ പങ്കെടുക്കുകയാണ്. എങ്ങനെയാണ് ഈ പരിപാടിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ? അല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രമുഖ വ്യക്തികളുണ്ട്. ഇതെൻ്റെ സുഹൃത്താണ്, ബിസിനസ്. അപ്പോൾ ഇങ്ങനൊരു കലാകാരൻ നിലയിൽ നമ്മുടെ ഏരിയയിൽ നിന്ന് എന്നെയാണ് ക്ഷണിച്ചത്. ഒരുപാട് സന്തോഷം. കാരണം നവകേരളം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കേരളം വരിക എന്നുള്ള CM-ൻ്റെ ഈ പരിപാടിയിൽ പൂർണ്ണ പിന്തുണ അതുകൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു നല്ലൊരു വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ഒരു വേദിയിൽ തന്നെ വരുന്നു, ജനങ്ങളുടെ പരാതി കേൾക്കുന്നു, പരിഹരിക്കേണ്ട തീയതികൾ നിശ്ചയിച്ച് നൽകുന്നു, അതിനനുസരിച്ച് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു, ഒപ്പം തന്നെ ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നു. ഇത് ഒരു ആദ്യ സംരംഭമാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ സംരംഭമാണ്. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എന്ത് വിഷയങ്ങളായിരിക്കും മുഖ്യമന്ത്രിയുടെ മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? ഞാൻ കലാപരമായിട്ട് തന്നെ പറയും. കാരണം വെച്ചാൽ നമ്മുടെ ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് കലാകാരന്മാരിപ്പോൾ നല്ല അവസ്ഥയിലല്ല. കാരണം ഇപ്പോൾ ഷോകളും, അതായത് ഇപ്പോൾ അമ്പല പ്രോഗ്രാമുകൾ പോലും ഇപ്പം ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ക്ഷേമത്തിനായിട്ട് എനിക്ക് പറയാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ അതിനെക്കുറിച്ച് തന്നെ പറയും.